അടിപൊളി ഇഡ്ഡലിയും അതിൻ്റെ കൂടെ നല്ലൊരു സാമ്പാറും. ഇന്ന് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കാണണ്ടേ? ഇതാണ് സാമ്പാർ, ഇഡ്ഡലി നമ്മൾക്ക് ഇതിലെടുക്കാം. നിങ്ങൾ ചോദിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ കൊടുക്കുന്നതാണ്. തണുത്തതിന് ശേഷമാണ് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലേക്ക് ഇട്ടിട്ടുള്ളത് കേട്ടോ. അടിപൊളി. ഒരു 5 ഇഡ്ഡലി അങ്ങോട്ട് കഴിക്കാം. അടിപൊളി. ഇത് സാമ്പാർ. ആഹാ, രണ്ട് സംഭവം: സാമ്പാർ, ഇഡ്ഡലി സാമ്പാർ, സാമ്പാർ ഇഡ്ഡലി സാമ്പാർ. സൂപ്പറല്ലേ? അത് അടിപൊളിയല്ലേ? നല്ല സ്പോഞ്ച് പോലത്തെ ഇഡ്ഡലി കേട്ടോ. എന്തുട്ടാ സാധനം കറി. അടിപൊളി സെറ്റപ്പ് കേട്ടോ. നമ്മളേ ഇഡ്ഡലി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര സുഖമാണ്. സാമ്പാർ എന്ന് പറഞ്ഞാൽ 1.5 സാമ്പാറാണ് കേട്ടോ. ഒന്നും പറയില്ല, അടിപൊളി സാമ്പാർ. എനിക്കല്ല ഇഡ്ഡലിക്ക് പറ്റിയ സാമ്പാർ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സദ്യയുടെ സാമ്പാറല്ല, ഇഡ്ഡലിക്ക് പറ്റിയ സാമ്പാറാണ്. ക്യാരറ്റ് ഉണ്ട്, അതുപോലെ സബോള ഉണ്ട്, അധികം കഷ്ണമില്ല, മത്തങ്ങ ഉണ്ട്, തക്കാളി, മുരിങ്ങക്കായ ഉണ്ട്. മുരിങ്ങക്കായ അതിൽ ഞെട്ടുണ്ട്, ഇതാ മുരിങ്ങക്കായ ഉണ്ട്. ഇതൊക്കെ മതിയെന്നേ. ഇത് രാവിലെ ഉണ്ടാക്കിയതാ. എന്തുട്ടാ ഇഡ്ഡലി എന്നറിയും. ഒരു ഇഡ്ഡലിക്ക് നല്ല സാമ്പാറിന് കേട്ടോ. സാമ്പാറും ലേശം ഒരു ചട്നി മാത്രം മതി. ലേശം വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ. പക്ഷേ നല്ല പുളിയുള്ള നല്ല സാമ്പാറുണ്ടെങ്കിൽ നല്ല സാമ്പാറിൻ്റെ പൊടിക്കെട്ട് ഉണ്ടാക്കി സാമ്പാർ ഇഡ്ഡലിക്കും പഴം പോലെ ഇറങ്ങി പോകും. അടിപൊളിയാണ്. ഇഡ്ഡലിക്ക് ഏറ്റവും നല്ല സാമ്പാർ. ദോശയ്ക്ക് ചട്നി, ചമ്മന്തി ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ, ഇഡ്ഡലി, ദോശ, ചട്നി എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. എന്നുവെച്ചാൽ നമുക്ക് ഇഡ്ഡലിക്ക് ഏറ്റവും നല്ല സാമ്പാറാണ് കേട്ടോ. പക്ഷേ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഉഴുന്ന് കുറച്ച് കൂടി പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ കൂടുതൽ ഉഴുന്നിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ് ആൻഡ്സ് കിട്ടും. അടിപൊളിയായിരിക്കും ഇഡ്ഡലി. അതിൻ്റെ ഏറ്റവും വലിയ സംഭവം അതാണ്. മനസ്സിലായോ? ഇഡ്ഡലിയുടെ അരി ഇടുക പാകത്തിന്. നമുക്ക് എത്ര വേണ്ട വെച്ചാൽ 3 ഗ്ലാസ് ഇടുകയാണെങ്കിൽ ഒരു 3/4 ഗ്ലാസ് ഉഴുന്നിടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അടിപൊളി. 1 ഗ്ലാസ് ഇട്ടാലും കുഴപ്പമില്ല എൻ്റെ അഭിപ്രായത്തിൽ. അതുപോലെ കുറച്ച് ചോറോ അവിലോ എന്തെങ്കിലും വയ്ക്കുക, കുറച്ച് ഉലുവ ഇടുക, കുറച്ച് കടലപ്പരിപ്പ് കുറച്ച് അരി ഇടുക, കുതിർത്താൻ വയ്ക്കുക. അതൊക്കെ അതിനെ കുതിർത്തതിന് ശേഷം അടിപൊളിയായിട്ട് അരച്ചെടുക്കുക. നിങ്ങളെങ്ങനെ ആയിരിക്കും അതുപോലെ തന്നെ ആദ്യം ഉഴുന്നരച്ച് നല്ല പതയൊക്കെ എടുക്കുക. അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അരയ്ക്കുക. ഒരു 12 മണിക്കൂർ വയ്ക്കുക. പൊന്തി വന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുക. അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ സാമ്പാർ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പരിപ്പ് ആദ്യം വേവിക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് ജീരകം, ഉഴുന്നും പരിപ്പ്, അതുപോലെ കുറച്ച് കടലപ്പരിപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ചൂടാക്കുക. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ചൂടാക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുക. വാങ്ങി വെച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് അതൊന്ന് ചൂടാക്കുക. ഇത്രയുള്ള പരിപാടി. പിന്നെ കുറച്ച് കായം വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് മൂപ്പിക്കുക. നല്ല മുഴുത്തനുള്ള കായം മൂപ്പിക്കുക. അത് കഴിഞ്ഞ് അരച്ചിട്ട് പൊട്ടിക്കുക. അടിച്ച് പൊളിച്ച് അരച്ചെടുക്കുക. അതിനുശേഷം പരിപ്പ് വന്നു കഴിഞ്ഞാൽ അതിൽ കഷ്ണങ്ങൾ ഇടുക. കുറച്ച് മഞ്ഞപ്പൊടി ഇടുക, കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇടുക. അടിപൊളിയായിട്ട് തിളപ്പിക്കുക. ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അരപ്പയിലേക്ക് വയ്ക്കുക. പുളി ഒഴിക്കുക. അടിപൊളി. ഒരു 1 തള തിളച്ച് കഴിഞ്ഞാൽ സാധനം വാങ്ങുക, കടുകിട്ട് പൊട്ടിച്ച് വാങ്ങുക. അടിപൊളി സാമ്പാർ.